പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ശ്വാസത്തോടുകൂടി ഇതാ ജീവനുള്ള ദൈവം നമ്മുടെ മുന്നിൽ ഭവിഷ്ഠനായിരിക്കുക. യോഹന്നാൻ 10:10 ജീവൻ നൽകാൻ ദൈവം നമ്മോട് കൂടി ആയിരിക്കും. പ്രാർത്ഥനയോടെ ദൈവത്തിരുസന്നിധിയിൽ മുട്ടുകുത്താം. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കരങ്ങൾ വീശിക്കൊണ്ട് ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. എല്ലാവരും ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വഴിയും സത്യവും ജീവനുമായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപാസനം സന്തനാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനാഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിന്റെ ബലം നൽകണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എപ്പോഴും ഞാൻ ശുശ്രൂഷകളിൽ പറയാം, ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന്. അങ്ങനെ പറയാൻ പാടില്ല, കാര്യം പരിശുദ്ധാത്മാവ് മിനിമം മാക്സിമം അങ്ങനെ പറയാൻ പറ്റുന്ന ടെർമിനോളജിയിൽ വർക്ക് ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ രീതികൾ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കും. പരിശുദ്ധാത്മാവിനെ നിലനിർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന, എനിക്ക് അനുഭവപ്പെട്ടിടത്തോളം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജ്ഞാനവരത്തിലുള്ള ഉത്തരങ്ങളാണ്. കാര്യം എല്ലാ വിഷയം എന്ത് ചെയ്യണം, എന്ത് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, അതെല്ലാം ജ്ഞാനവരത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം പരിശുദ്ധ അമ്മയുടെ വിഷയം തന്നെ എടുക്കുക. മംഗളവാർത്തയുടെ സമയത്ത്
എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് പരിശുദ്ധ ആത്മാവ് അമ്മയ്ക്ക് വളരെ വ്യക്തമായ ചില ധാരണകൾ കൊടുത്തു എന്നുള്ളതാണ് വലിയൊരു സത്യമാണ്. കാര്യം അമ്മ മംഗളവാർത്ത എല്ലാം കേട്ടു, വലിയ വലിയ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. അത്യുന്നതനായിരിക്കും അവൻ, ദൈവപുത്രൻ വിളിക്കപ്പെടും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ വലിയ വലിയ നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടതുപോലെയാണ് അമ്മ പ്രതികരിച്ചത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനപരത്തിൻ്റെ പ്രത്യേകത. അമ്മയോട് പറയണതെല്ലാം വളരെ പോസിറ്റീവായുള്ള കാര്യങ്ങളാണ്, വലിയ നല്ല കാര്യങ്ങളാണ്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് നൽകും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇങ്ങനെ വലിയ വലിയ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സങ്കടകരമായ കാര്യങ്ങൾ കേട്ടതുപോലുള്ള പ്രതികരണമാണ് അമ്മയുടെ പ്രതികരണമായിട്ട് ബൈബിള് രേഖപ്പെടുത്തുന്നത്. അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ലൂക്കാ 1:38. അതായത് ഇതിൻ്റെ പിന്നിലെല്ലാം ഇതൊക്കെ അവസാന കാലങ്ങളിൽ സംഭവിക്കുന്ന മഹാകാര്യങ്ങളെയാണ് ദൈവം ആദ്യം പറയണത്. പക്ഷേ അമ്മയുടെ പ്രതികരണത്തിൽ അമ്മ ആദ്യം പറയണത് അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും മോശകരമായ കാര്യങ്ങൾക്കാണ് അമ്മ ഉത്തരം പറയണത്. ഇതിന് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ റോളെന്ന് പറയണത്. ഇപ്പോഴ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു രാത്രിയില്ലേ, പിറവി രാത്രി. പിറവി രാത്രിയുടെ അനാഥത്വം, അല്ലെങ്കിൽ ആരാരും നോക്കാനും തിരക്കാനും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ പോലും പ്രവേശിപ്പിച്ച് അവിടെ സുരക്ഷിതമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഇടം കിട്ടാത്ത അവസ്ഥ, ആ രാത്രിയാണ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച രാത്രി. അവിടെയൊന്നും അമ്മയ്ക്ക് അത്രയും ടെൻഷനൊന്നും ഇല്ലാത്ത എന്താ കാര്യം? അമ്മ ആദ്യമേ കർത്താവിൻ്റെ ദാസിയെന്ന് പറഞ്ഞതാണ്. എല്ലാ വിഷയത്തിനും ആദ്യം നമ്മൾ ദൈവത്തിരുമനസ് നിറവേറാൻ വേണ്ടി ദൈവത്തിരുമനസ് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മരിയൻ സമാധാനം, മരിയൻ സൊല്യൂഷനാണിത്. മരിയൻ സൊല്യൂഷൻ. ഇപ്പം പത്രോസ് തന്നെയാണെങ്കിലും ലൂക്കാ 5:8 പത്രോസ് കമന്നിട്ട് ചീശയുടെ മുമ്പ് വീഴത്തില്ലേ? കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന്. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ എളിമപ്പെടുകയാണെങ്കിൽ. പത്രോസ് വലിയ സമൃദ്ധി കണ്ടാണ് എളിമപ്പെടുന്നത്. മറിയം വലിയ സമൃദ്ധിയെക്കുറിച്ച് കേട്ടാണ് എളിമപ്പെടുന്നത്. എളിമപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താണെന്നറിയാവോ? ഇപ്പം ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ഒന്നെങ്കിൽ ദൈവം എളിമപ്പെടുത്തും, അല്ലെങ്കിൽ അവർ തന്നെ ബോധജ്ഞാനത്താൽ എളിമപ്പെടണം. ദൈവം എളിമപ്പെടുത്തും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പം നിയമാവർത്തനത്തിൽ 8:3 അവിടെ നിന്ന് നിങ്ങളെ മരുഭൂമിയുടെ നയിച്ചത് നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പം ചില സമയത്ത് നമ്മൾ മരുഭൂമിയിൽ എന്താ പ്രശ്നം? 32:10 നിയമാവർത്തനം 32:10 മരുഭൂമിയിൽ എന്താണെന്ന് പറയുന്നുണ്ട്. മരുഭൂമി ശൂന്യത ഓരിയിടുന്ന ഇടമാണെന്ന്. ഇപ്പം ആരും ഉണ്ടാകത്തില്ല.
ഇപ്പം നമ്മളെ സഹായിക്കാനോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ഒക്കെ ഇല്ലാത്ത ഒരു സമയമുണ്ടാവും ജീവിതത്തിൽ. അത് നമ്മൾ മരുഭൂമിയിലൂടെയാണ് അപ്പം നമ്മൾ യാത്ര ചെയ്യണത്. അപ്പം നിയമാവർത്തനം 8:3 അനുസരിച്ച് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്താണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്? എളിമപ്പെടുകയാണ്. ദൈവം എളിമപ്പെടുത്താൻ ഉദ്ദേശിക്കണത് എന്തിനാ? അത് യാക്കോബ് 4:6 എന്താണ്? ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. അത് പത്രോസ് 5:5 എന്താണ്? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. കൃപ എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ദൈവം ഒരാൾക്ക് ശക്തി കൊടുക്കാൻ നേരത്ത്, ദൈവം ഒരാളെ സംരക്ഷിക്കാൻ നേരത്ത് ദൈവം ആദ്യം ചെയ്യണത് എന്താണ്? ആ മരുഭൂമിയിലൂടെ നയിക്കുക, അവനെ എളിമപ്പെടുത്തുകയാണ്. മരുഭൂമിയിൽ എന്താണ് നിയമാവർത്തനം 32:10 എഴുതിയിരിക്കുന്നത്? ഞാൻ നിന്നെ മരുഭൂമി കണ്ടെത്തി, ഞാൻ നിന്നെ കോരിയെടുത്തു, എൻ്റെ കണ്ണകൃഷ്ണനോട് പോലെ ഞാൻ നിന്നെ സംരക്ഷിച്ചു എന്നാണ്. മരുഭൂമിയിൽ മനുഷ്യനില്ല, മൃഗമില്ല, മരങ്ങളില്ല, തണലില്ല, വെള്ളമില്ല, പൊരിച്ചിലാണ്. ഇങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ് മരുഭൂമി എന്ന് തിരിച്ചറിയുന്നത് ബോധജ്ഞാനത്തിൻ്റെ കൃപയാലാണ്. അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന് പറയണതും പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുമെന്ന് പറഞ്ഞതും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ധീരതയോടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയായിൽ നിറഞ്ഞതുപോലെ, എലീശായിൽ നിറഞ്ഞതുപോലെ, ദാനിയേൽ നിറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, വരദാനത്തിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ഫലങ്ങളുടെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കോരിയെടുക്കുന്ന ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ആത്മാവേ, ജീവിക്കുന്ന കത്തിജ്വലിച്ച പരിശുദ്ധാത്മാവിനെ, എലീശായിൽ നിറഞ്ഞ ആത്മാവിന്റെ അഭിഷേകം, ദാനിയേലിന് ശക്തി നിറഞ്ഞ അഭിഷേകം, സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാഭിഷേകം, സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാഭിഷേകം, രക്തസാക്ഷികളിൽ ശക്തിയേറിയ പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഈ ശുശ്രൂഷയിൽ വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും അഭിഷേകമായി തീരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഇടപെടലിൻ്റെ സാക്ഷ്യം ഭക്തിയോടെ ശ്രവിക്കാം. എൻ്റെ പേര് ഡൈന ജെസ് എന്നാണ്. ഞാൻ പൂനെ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് എൻ്റെ മലയാളം അത്രയും നല്ലതല്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നു. എൻ്റെ മദർ ഇൻ ലോ ആയിരുന്നു വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത്. മാർച്ച് 8-ാം തീയതി ആയിരുന്നു മമ്മി വന്ന് ഉടമ്പടി എടുത്തത്. ജൂൺ 6-ന് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, തല പൊട്ടുന്ന തലവേദനയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് BP, ഷുഗർ എല്ലാം നോർമലായിരുന്നു.
അപ്പോൾ ഡോക്ടർ നോർമൽ പെയിൻ കില്ലേഴ്സ് മാത്രം തന്നു. 3 ദിവസം ഞാൻ പെയിൻ കില്ലേഴ്സ് കഴിച്ചു. പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ മാത്രം തലവേദന ഇച്ചിരി കുറയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ തലവേദന കൂടുമായിരുന്നു. അങ്ങനെ ജൂൺ 9 സൺഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ കാറ്റഗിസമും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കാറ്റഗിസത്തിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. പക്ഷേ ഞാൻ എണീറ്റില്ല. എൻ്റെ ഹസ്ബൻഡും എന്നെ വിളിച്ചു, പക്ഷേ ഞാൻ എണീറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിനും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ സ്കാനും MRI ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് എൻ്റെ സെൻട്രൽ ബ്രെയിനിൽ ക്ലോട്ട് ഉണ്ടെന്ന്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന്. അപ്പോൾ സെൻട്രൽ പാർട്ടിലായതുകൊണ്ട് അത് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്കിന് അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പോൾ എന്നെ ക്രിട്ടിക്കൽ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ അപ്പോൾ പറഞ്ഞു അത് 72 hours 3 ദിവസമെങ്കിലും നിൽക്കണം, എന്നാലേ വല്ലതും പറയാൻ പറ്റത്തുള്ളൂ. എണീക്കുവോ ഇല്ലയോ, അത് പാരലൈസ് ആവോ എന്നാന്ന് നമ്മൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. 3-ാമത്തെ ദിവസം അപ്പോഴത്തേക്കിനും മമ്മി ഉടമ്പടി തൈലവും തേനും എല്ലാം എനിക്ക് തരുമായിരുന്നു. സിസ്റ്റേഴ്സിനൊക്കെ പെർമിഷനൊക്കെ എടുത്തിട്ട് മമ്മി എനിക്ക് തേനും ഒക്കെ തരുമായിരുന്നു. എൻ്റെ കഴുത്തിൽ മാതാവിൻ്റെ കാശുരൂപവും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം ഞാൻ എണീറ്റു. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ വാക്കാണ് യേശുവേ നന്ദി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സാക്ഷ്യങ്ങൾ കേട്ട് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ. സാക്ഷ്യം കേൾക്കുമ്പോൾ ഒത്തിരിയേറെ പേര് ഷാരോൺ സാന്ത്വനാഭിഷേകം കണ്ടുകൊണ്ട് ഓൺ ദി സ്പോട്ടിൽ ലൈവായിട്ട് അപ്പം തന്നെ സുഖപ്പെടുകയും ദൈവശക്തി അനുഭവിക്കുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങൾ കൃപാസനത്തിൻ്റെ അൾത്താറയിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇപ്പോഴീ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും ഈ ദിവ്യകാരുണ്യ സമയത്ത് അതേ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം കർത്താവേ, സാക്ഷ്യം കേൾക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. യേശുവേ ആരാധന ആരാധന കർത്താവേ, അഭിഷേകം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവേ, കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് അരുളിച്ചെയ്ത വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് വിവാഹം ഒത്തുവരാത്ത അനേകം മക്കള്, ലക്ഷക്കണക്കിന് മക്കളുണ്ട് ഈശോയെ. അവരുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയില്ലാതെ അവർ ഉടർന്നവരുണ്ട് ഈശോയെ. ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വിവാഹിതരുണ്ട് ഈശോയെ. അത് കിട്ടാത്തതിൻ്റെ പേരിൽ മനസ്സിൻ്റെ എന്ത് സന്തോഷമുണ്ടെങ്കിലും അതനുഭവിക്കാതെ മരിച്ച വീട് പോലെ മനസ്സ് സൂക്ഷിക്കുന്നുണ്ട് ഈശോയെ. ഈശോ ഓരോരുത്തരും ഓരോ അവസ്ഥയാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ ഈശോ. അവരെല്ലാം സന്ധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമേ ജയമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. സന്താനരഹിതരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. പലവട്ടം അബോർഷനായി പോകുന്ന മക്കളുണ്ട് കർത്താവേ, ഈശോയെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ ആരാധിക്കാം. ദൈവാത്മാവിന്റെ അഭിഷേകം ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവേ, സാമ്പത്തിക തകർച്ചയിലെ തളരുന്നവരെ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല ഈശോയെ. ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. കർത്താവ്, തുഴഞ്ഞ് ജീവിത ഭാരങ്ങൾ കർത്താവെ കടക്കാൻ തളരുമ്പോൾ മറ്റുള്ളവർ അവരെ പൊക്കിയെടുക്കത്തില്ല ഈശോയെ. അതുപോലെ ഈ ആരാധനയിലൂടെ നീ അങ്ങനെ തളർന്നു പോയവരെ, കരപറ്റാത്തവരെ കർത്താവെ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിയുടെ ഹല്ലേലൂയ. വാക്കുകൊണ്ട് വിശ്രാന്തി നൽകുന്ന ദൈവമേ, മാനസികമായി തളർന്നവരെ ഞങ്ങളെ സ്പർശിക്കണം. ഞങ്ങളെ
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും മക്കളെ കുറിച്ച് വേവലാതിക്കൊള്ളുന്നവര്, മക്കൾ തെറ്റായ പ്രണയബന്ധത്തിൽ ചെന്ന് ചാടിപ്പോയവര്, മാതാപിതാക്കന്മാരെയും കർത്താവ് വെറുക്കുന്നവര്, അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാരെ സ്വാർത്ഥ ലക്ഷ്യത്തോടെ കരുവാക്കുന്നവര്, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ, കർത്താവ് സമാധാനം ഇല്ലാത്തവരെ, വിവാഹമോചനത്തിന് വേണ്ടി കോടതി വരാന്തകൾ നടക്കുന്നവരെ, കർത്താവെ വിശ്വാസം നഷ്ടപ്പെട്ടവരെ എല്ലാവരുടെ മേലും കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഈ ശുശ്രൂഷകർ ഓരോ മക്കളെയും കുടുംബങ്ങളെയും അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടുകുട്ടികൾ കിടക്കുന്ന മക്കളെ സ്പർശിക്കണമേ, നേർവഴി കൊടുക്കണമേ. ഈശോയെ, അന്വേഷണം കണ്ണുകളടച്ച കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കാം. ശ്വാസകോശ രോഗികളെ ശ്വാസകോശങ്ങളെ കൈവച്ചുകൊണ്ട് ഈ നിമിഷം വിശ്വാസപ്രമാണം ചൊല്ലി വേണം ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ. കർത്താവ് നിങ്ങളെ സ്പർശിക്കാം. ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു. നിയമാവർത്തനം 4:32. മരുഭൂമിയിൽ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ കോരിയെടുത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ സംരക്ഷിച്ചു. അതേ ദൈവം നിന്റെ ജീവിത ദുരിതങ്ങളിൽ വന്ധ്യായ എലിസബത്തിന് സന്താന ലബ്ധി കൊടുത്ത ദൈവം, സാറായിയുടെ 90 വയസ്സിൽ സന്താന ലബ്ധി കൊടുത്ത ദൈവം നിന്നെ കോരിയെടുക്കും, നിനക്ക് സന്താന ലബ്ധി നൽകും. തെറ്റായ കൂട്ടുകെട്ടിലും പ്രണയബന്ധങ്ങളും ജീവിതം ദുരിതമാക്കിയവര്, നശിക്കപ്പെട്ടു പോയവരെ ദൈവം ഈ ആരാധനയിൽ കണ്ടെത്തി കോരിയെടുത്ത് അവരെ വിശുദ്ധീകരിക്കും. ജീവിത ദുരിതങ്ങളിലും കടഭാരങ്ങളിലും മെരുക്കങ്ങളിലും കഴിയുന്നവര്, സാമ്പത്തിക ഞെരുക്കളിൽ യേശു ആശീർവദിക്കും. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമ്പിൽ നിന്ന് കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വിശ്വസിക്കുക. മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ്. ഇതാ അവിടെ നിന്നെ ആശീർവദിക്കുക. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ ആശീർവദിക്കുന്നു. രോഗാതുരമായ ആശുപത്രിയിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവരെ ആശീർവദിക്കുന്നു. മാരക രോഗത്തിൽ കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു. ഭവനരഹിതരെയും സന്താന ലബ്ധിയില്ല കഴിയുന്ന വിഷമിക്കുന്നവരെ ആശീർവദിക്കുന്നു. ജപ്തി നടപടികളിൽ, കോടതി കേസുകളിൽ കുഴിക്കുന്നവരെ ആശീർവദിക്കുന്നു. കർത്താവിന്റെ ചൈതന്യം നിറയട്ടെ. മനോവിശ്രമത്തിൽ കഴിയുന്നവരെ ആശീർവദിക്കുന്നു. ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.